നല്ലതിനായോ കാവൽക്കാരൻ റിമോവിൽ കണ്ണൻ എന്നായിരിക്കും. കാമൻ കണ്ണൻ. പിന്നെ നലതിരിഞ്ഞ വിനയെന്നോ അങ്ങനെ ഉണ്ടൊക്കെ. അതിനേയൻ. ഇതിങ്ങനെ എന്തുകൊണ്ടിനി ഈ ഫ്രഞ്ചിൽ മാത്രമായിട്ട് വന്നു? അല്ല, അത് കുറെ ടെസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇതിലെ വന്ന് കുറെ സംഗതികൾ പറയുന്നുണ്ട്. അതിൽ നമുക്കത് ടെസ്റ്റ് മനസ്സിലാകുന്നില്ല. പക്ഷെ ഈ പേരുകൾ നമുക്ക് വായിക്കാം. നമുക്കിതിന്റെ ഏകദേശം പേരറിയാവുന്നത് കൊണ്ട് പേരുകൾ വായിക്കാം. അതിന്റെ മേളിലെ മറ്റേ ചേരമാൻ പെരുമാൾ അങ്ങനെ ചില വാക്കുകളുണ്ട്. വൈക്കം, അങ്ങനെയൊക്കെ ചില പേരുകൾ നമുക്ക് വായിക്കാം. അതിന്റെ ഏറ്റവും അടിയിലത്തെ ലൈനിലെ ആനമുദ്ര ഉണ്ടെന്നുള്ള എഴുതിയിരിക്കുന്നത്. എലിഫന്റ് നമുക്ക് വായിക്കാം. അപ്പൊ 11 പേരുകൾ കഴിഞ്ഞിട്ട് പിന്നെ ആനമുദ്രയുണ്ട്. അതായത് ആയി രാജവംശത്തിന്റെ അയ്യനടികളുടെയൊക്കെ രാജമുദ്രയുണ്ട് പിന്നെ സാക്ഷിപ്പട്ടികയില്. ഏറ്റവും അടിയിലത്തെ ലൈനില്ലേ? എലിഫന്റ് നമുക്ക് വായിക്കാം. വേൾക്കുല സുന്ദരൻ എന്നുള്ളതന്നെ. സുന്ദരൻ എന്നല്ല, ചന്ദ്രൻ എന്നാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. വേൾക്കുല ചന്ദ്രൻ. രണ്ടാമത്തെ വിജയ നാരായണൻ. അത് അവരുടെ പിന്നെ ജയായിരിക്കും. നമ്മുടെ ഇതിൽ ഇപ്പൊ കിട്ടിയതിന്റെ അവസാനത്തെ ഓലയുടെ അവസാനം ഈ വേൾക്കുല സുന്ദരൻ പിന്നെ വിജയ എന്ന് പറഞ്ഞ ഏത്? അല്ലല്ല, ചെമ്പ് പത്രമാണ്. അത് പകുതി തിരുവല്ല ബിഷപ്പിന്റെ കയ്യിലും പകുതി പിന്നെ പഴയപള്ളി ബിഷപ്പിന്റെ കയ്യിലുമാണല്ലോ, കോട്ടയത്ത്. രണ്ടുപേരും കൂടെ പങ്കുവെച്ചാണ്. പക്ഷെ ഈ രസകരമായ സംഗതി, ഈ ഓല ഒളിച്ചു വെക്കുകയും വേറൊരു ഓല പിന്നെ ചേർത്ത് വെക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് അതിന്റെ ചരിത്രം. ഇതാണ് യഥാർത്ഥ സാക്ഷിപ്പട്ടിക. അതോടുകൂടി തീരുകയാണ്. അപ്പൊ ഇത് അവരതിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് മറ്റേ ഒരു പശ്ചിമേഷ്യൻ എന്ന് പറയുന്ന ഒരു ഫോറിൻ അറബി മറ്റേ 4 ഭാഷകളിലുള്ള ഇല്ലേ, അത് വേറെ എവിടെ നിന്നോ എടുത്ത് വെച്ചിരിക്കുക. അതിന്റെ താനമുദ്രയില്ല. ഇത് തെരസാപ്പള്ളി ശാസ്ത്രം ഈ കൊടുത്ത സബീർ ഈശോ എന്നാ പറയാ. ഈശോ ഈശോ ഒരു യൂതരാണ്. എന്നിപ്പോ ഞങ്ങള് ഈ ക്രിസ്ത്യാനികൾ ചരിത്രം എഴുതിയപ്പോ എപ്പോഴും അതിശോക്തി എഴുതി. അങ്ങനെ പിന്നെ അവസാനം അതിന് വിലയില്ലെന്നായി. ഞാൻ ഇതിനെക്കുറിച്ച് മറ്റേ കോട്ടയത്ത് നവംബർ 26, 27, 28 തീയതിയുള്ള ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു, മറ്റേ ചരിത്ര കോൺഫറൻസ്. അതിലൊരു പേപ്പർ പ്രസന്റ് ചെയ്തു. അതിൽ ഞാൻ പ്രസന്റ് ചെയ്തത് ഈ സാക്ഷിപ്പട്ടികയാണ്. ഈ സാക്ഷിപ്പട്ടികയാണ് ഒറിജിനല്. ഇപ്പോൾ സാക്ഷിപ്പട്ടിക എന്ന് പറയുന്ന ഒരു പിന്നെ ഫോർജ് ചെയ്ത ഒരു ഡോക്യുമെന്റ് ആണെന്നുള്ളതാണ്. അതിന്റെ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം, പിന്നെ കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ. ആയിക്കോട്ടെ.